ഇന്നത്തെ വീഡിയോയിൽ ഒന്നും തന്നെ സ്പെഷ്യലായിട്ടുണ്ടാവില്ല കേട്ടോ. വളരെ നോർമലായിട്ടുള്ളൊരു ദിവസം. പക്ഷേ അത് എൻ്റെ വീട്ടിലാണ്. എനിക്കേറെ പ്രിയപ്പെട്ട കുറച്ചധികം ഓർമ്മകളും നല്ല നിമിഷങ്ങളും തന്ന എൻ്റെ വീട്ടിലെ കാഴ്ചകളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ. അപ്പോൾ എന്തായാലും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തായാലും രാവിലെ തന്നെ ഇഡ്ഡലി സാമ്പാർ ചമ്മന്തിയൊക്കെ കൂട്ടി നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പറമ്പിൽ കുട്ടികൾ ഭയങ്കര കളിയാണ് കേട്ടോ. അവിടെ പറമ്പ് നനച്ചുകൊണ്ടിരിക്കുക. അപ്പം നനയ്ക്കേണ്ട ഇടയ്ക്ക് അവരെ കുളിയും കൂടി അവർ അങ്ങോട്ട് തീർത്തു. ഉച്ചയ്ക്ക് അളിയന്മാരും ചാച്ചൊക്കെ കൂടി പുറത്ത് പോയിട്ട് എന്തൊക്കെയോ പാഴ്സൽ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. കപ്പ, മീൻകറി, കാടമുട്ട അതുകൊണ്ടുള്ള കറി അങ്ങനെയൊക്കെ. അപ്പോൾ എന്തായാലും കപ്പയും മീൻകറിയൊക്കെ ഒഴിച്ച് ഞാൻ നല്ല രീതിയിൽ തന്നെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ലഞ്ച് അകത്താക്കി. അതിനുശേഷം ഞങ്ങൾ പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറ് എന്തോ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ വർക്ക്ഷോപ്പിൽ കൊടുത്തേക്കായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് അവിടെ നമ്മൾ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് അച്ഛനും അമ്മേനെയും പിക്ക് ചെയ്യാൻ വേണ്ടി മാളയ്ക്ക് പോകണം. അവർ മാളയിൽ ഈ ഇലക്ഷൻ്റെ ക്യാമ്പയിൻ ലാസ്റ്റ് ഡേ അല്ലേ, അതിനു വേണ്ടി ഒരു ബസ് നിറയെ ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയും അച്ഛനും അതിൽ കയറിപ്പോയി. പക്ഷേ അമ്മ ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും തിരിച്ച് ബസ്സിൽ തന്നെ പോകുന്നു കേട്ടോ. ഞങ്ങൾ അറിയിച്ചിട്ടുണ്ടായില്ലേ വരുന്നുള്ളത്. അപ്പോൾ അച്ഛനെ മാത്രം പിക്ക് ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോരാ ചെയ്തേ. അതിന് ആ സമയം കൊണ്ട് ഇവിടെ അച്ഛൻ വരുന്ന സമയം കൊണ്ട് ഞങ്ങൾ ഈ പാർക്കിൽ കുറച്ച് നേരം കുട്ടികളായിട്ടൊന്ന് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ കുറച്ച് നേരം അവരെ കളിപ്പിച്ച് അവർ കുറേ ദിവസമായി പറഞ്ഞ് നമ്മുടെ വീടിൻ്റെ അടുത്തുണ്ട് പാർക്ക്, പക്ഷേ അവിടെ കൊണ്ടുപോകാൻ പറ്റിയില്ല. അതുവരെ വെയിൽ കാരണം അന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി സമയമുണ്ടല്ലോ, കുറച്ച് ദിവസം കൂടി ഉണ്ടല്ലോ ഇവിടെ എന്ന് വിചാരിച്ചു. പിന്നെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു മാളയിലുള്ള പാർക്കിൽ വന്നത്. ആ മാള കുളത്തിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ചെറിയൊരു പാർക്കുണ്ട് കേട്ടോ. പിന്നെ വൈകിട്ട് ഒന്നും അവർ കഴിക്കാണ്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വിശക്കുണ്ട്. ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞാൽ അടുത്തുള്ളൊരു ഫുഡ് കോർട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു. മറ്റേ ലൈറ്റായിട്ട് കഴിക്കാൻ കാണണേ. അപ്പോൾ അവർ എന്തായാലും അങ്ങനെ കഴിച്ചു. അപ്പോഴേക്കും അച്ഛനെത്തി കേട്ടോ അവിടേക്ക്. പിന്നെ ഞങ്ങൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ പച്ചക്കറി കടയിൽ ചെന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ച്. നല്ല ഭംഗിയുണ്ടല്ലോ വീഡിയോയിൽ കാണാനായിട്ട്, ഇങ്ങനെ നല്ല കളർഫുള്ളായിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ ഈ മുളക് നല്ല എരിവുള്ള മുളകാണ് കേട്ടോ. എവിടെ നോക്കിയാലും ഈ ഒരു മുളക് കാണാൻ പറ്റും പച്ചക്കറി കടകളിൽ. ഞാൻ ഇവിടേക്ക് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു പോരുമ്പോഴതെ കുറേ ഇങ്ങനെ കടകളിൽ ആ ഒരു മുളക് ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ പിരിപിരിന്നിരിക്കുന്ന മുളകാണ്, പക്ഷെ നല്ല എരിവുള്ളതെന്ന് പറയണ്ടേ. ഇതാണ് മാളയിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴി കേട്ടോ, നേരെ കാണുന്നത്. അങ്ങനെ നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങി തിരിച്ച് കാറിൻ്റെ അടുത്ത് പോയി. അച്ഛനെയും കുട്ടികളൊക്കെ അവിടെ ആക്കിയിട്ട് ഞങ്ങൾ മാത്രം പോകുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് പോണ വഴിക്കാണ് കുറച്ചും കൂടി സാധനം എന്തൊക്കെയോ വാങ്ങിക്കാനുണ്ടായിരുന്നു. അച്ഛൻ അവിടെ വീണ്ടും വഴിയിലിറങ്ങി അതൊക്കെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വീണ്ടും യാത്ര. നാട്ടിലെ കടകൾ പിന്നെ കുറേ അധികം നേരമൊന്നും തുറന്നിരിക്കില്ലല്ലോ, ഒരു 8-8:30 മാക്സിമം. അത് കഴിഞ്ഞാൽ പിന്നെ അതടയ്ക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോണ വഴിക്ക് വേഗം കണ്ട കടയിൽ കയറിയിട്ട് അച്ഛൻ സാധനങ്ങൾ വാങ്ങിക്കാൻ കേട്ടോ. നമ്മുടെ അവിടെ എത്താറാകുമ്പോഴേക്കും ഉണ്ട് കടകൾ, പക്ഷേ അവിടെ എത്തുമ്പോഴേക്കും അടയ്ക്കോ അടയ്ക്കില്ലെന്നൊരു ഡൗട്ട്. അതുകൊണ്ട് തന്നെ നമ്മളതൊക്കെ വാങ്ങി പിന്നെയും പോയിക്കൊണ്ടിരിക്കണേ. ഇപ്പം എന്നുവെച്ചാൽ വീട്ടിലേക്ക് നമ്മൾ സാധാ പോണ വഴി കൂടെ ഒന്നും പോകാൻ പറ്റണില്ല. വേറെയൊക്കെ ഊടുവഴിയൊക്കെ എടുത്തിട്ട് വേണം പോകാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ടാറ് കഴിഞ്ഞു പോയത്. അങ്ങനെ ഇത്തിരി ഏരിയ മാത്രം ആ പണി അവിടെ ഇട്ടു. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ആ ഭാഗത്ത് വണ്ടികൾ പോകാൻ പറ്റില്ല. വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മെറ്റലും ഇതൊക്കെ കിടക്കുന്നുണ്ട്. വണ്ടികൾ പോയാൽ അതിൻ്റെ കാര്യം കഷ്ടത്തിലാവും. അപ്പോൾ നമ്മളൊക്കെ കൂടി ഞങ്ങളുടെ വീടിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് ഒരു പറമ്പുണ്ട്, കച്ചേരി പറമ്പെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു പറമ്പിലാണ് കേട്ടോ ആ ഭാഗത്തുള്ള കുറേ വണ്ടികൾ അവർ പാർക്ക് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലേക്ക് കൊണ്ട് വീടുകളിലേക്ക് കൊണ്ട് പാർക്ക് ചെയ്യാൻ പറ്റാത്ത കാരണം അപ്പോൾ നമുക്ക് അങ്ങനെ കൊണ്ട് പാർക്ക് ചെയ്യണം. അപ്പോൾ അതിന് പറ്റിയ വഴി ഈ ഞാൻ പറഞ്ഞ ഊടുവഴി പോലത്തെ ഒരു വഴിയുണ്ട്. അതായത് ഇങ്ങനെ റോഡില്ലേ, അങ്ങനത്തെ റോഡ്. ആ റോഡും പിന്നെ വേറെ ഒരു റോഡും ഉണ്ട്. അങ്ങനെ പോയാലേ പറ്റുള്ളൂ. ഇപ്പോൾ കുറേ അധികം ദിവസമായിട്ട് പണി നിർത്തി വെച്ചേക്കണ കാരണം കൊണ്ട് തന്നെ ആ പറമ്പിൽ ഇപ്പോൾ കുറേ പേരൊക്കെ അവിടെ നിന്ന് കാറെടുത്ത് അവരുടെ വീടിൻ്റെ പാർക്കിങ്ങിലൊക്കെ കൊണ്ട് പാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളും കൂടി നാട്ടിലേക്ക് ചെന്ന കാരണം നമ്മുടെ വണ്ടി വീടിൻ്റെ പാർക്കിങ്ങിൽ തന്നെ ഇടും, വീട്ടിലെ വണ്ടി അവിടെ ഇടും, ആ പറമ്പിലിടും. അങ്ങനെ ചെയ്യണേ. അങ്ങനെ നമ്മൾ അന്ന് രാത്രി ഇവിടെ വീട്ടിലെത്തി. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗിലുള്ള പരിപാടിയാണ്. എൻ്റെ മോൻ മെയിനായിട്ട് വീട്ടിൽ പോകണത് ഈ ഒരു പരിപാടിക്കുണ്ട്. അത് ഈ ടാങ്ക് അവൻ കുഞ്ഞായിരിക്കുമ്പോൾ മുതലേ ഇതിൻ്റെ വെള്ളം നിറച്ച് കുളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അവൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിൽ വെള്ളം നിറച്ച് ഇങ്ങനെ കുളിക്കണം. അപ്പോൾ 3 ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ഒക്കെ കൂടി ഇതേ വെള്ളം നിറച്ച് വേറെ കുളത്തിലേക്കും ഇതിലേക്കൊക്കെ കൊണ്ടുപോകാനായിട്ട്. കുളത്തിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല വേനൽക്കാലമല്ലേ, അപ്പോൾ അധികം വെള്ളവും ഇല്ല, പിന്നെ പേടിക്കാൻ വേണം, ചെളിയും ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കാരണം ആരും കൊണ്ടുപോകണില്ല. അവൻ കുറേ വാശി പിടിച്ച് നോക്കി, വരണ വരെ കുറേ നോക്കി കേട്ടോ. ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂർക്ക് എത്തണ വരെ പറഞ്ഞു നോക്കി, പക്ഷേ രക്ഷയുണ്ടായില്ല. പിന്നെ ഇങ്ങനെയാണ് അവനൊരു സമാധാനം കിട്ടിയത്.
പിന്നെ വീട്ടിൽ ടൈലിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. അതാ മുറ്റം മുഴുവൻ ഇപ്പോൾ ടൈലിട്ടേക്കുക. അത് കാരണം ചെടികളൊക്കെ ചേട്ടൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചൊക്കെ കുറേയൊക്കെ പറിച്ച് കളഞ്ഞു. അപ്പോൾ അതിവിടെയൊക്കെ ഇങ്ങനെ ടൈലിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനി ചെടികളൊക്കെ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചാൽ വീടിൻ്റെ ഉമ്മറും ചുറ്റുവട്ടമൊക്കെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. പക്ഷേ ചേട്ടനൊന്നിനും സമയം കിട്ടണില്ല. പിന്നെ ഇതാ കുട്ടികൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിവിടെ ഇതേ കുറച്ച് പാത്രം അമ്മ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഇങ്ങനെ കരി പിടിക്കുമ്പോൾ ഇടയ്ക്ക് കൊണ്ടുപോയി പുറത്തിട്ട് ഇതൊക്കെ എന്താ പറയുക ചാരമൊക്കെ ഇട്ടിട്ട് കഴുകണ പരിപാടിയുണ്ട്. അപ്പം ഞാൻ ഇന്ന് ചെയ്യാമെന്ന് പറഞ്ഞാൽ വലിയ കാര്യത്തിലിരിക്കുക. അപ്പോൾ ഞാനിരുന്ന് അത് ഉരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഓരോരുത്തർ വന്ന് വർത്തമാനം പറയാൻ വരുന്നുണ്ട്. അപ്പോൾ വീട്ടിലിപ്പോൾ വിഷുവിന് മുമ്പെടുത്ത വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ വിഷു വീട്ടിലായിരുന്നല്ലോ. അപ്പോൾ വിഷു പ്രമാണിച്ച് വീട് മൊത്തം ഒന്ന് വൃത്തിയാക്കാനായിട്ട് ഒരു ചേച്ചീനെ കൊണ്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ ചേച്ചീനെ ഒരു ദിവസം ഫുൾ നിർത്തി വീട് ഫുൾ ക്ലീനിങ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അത് ഇടയ്ക്ക് വന്ന് കുറേ വർത്തമാനം പറഞ്ഞു. അപ്പോൾ ഈ കല അവിടെ ഇട്ടിട്ട് ഞാൻ വർത്തമാനം പറയാൻ പോവും. അങ്ങനെ കുറേ സമയം കഴിഞ്ഞിട്ടാണ് കലം തേക്കിലൊക്കെ കഴിഞ്ഞത്. ഇതേ കുട്ടികളെ ഇവിടെ പൊരിഞ്ഞ കളിയാണ് കേട്ടോ. വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ചിട്ട് അവിടെ കയറാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്ത മൂന്നും കയറണില്ല. എന്നിട്ട് പിന്നെ ഒക്കെത്തിനെയും വീടിൻ്റെ ഉള്ളിലേക്ക് തല്ലി ഓടിച്ചു. അങ്ങനെ വീടിൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ കുട്ടികളൊക്കെ അതായത് ചോക്ലേറ്റിന് വേണ്ടിയുള്ള അടിപിടിയാണ്. അപ്പോൾ ഇത് അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആളുടെ മോൻ സ്വിറ്റ്സർലാൻഡിലാണ്. അപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ ഇതുപോലെ ചോക്ലേറ്റ്സും പിന്നെ കുറേ ഐറ്റമുകളൊക്കെ കൊണ്ടുവരും. അപ്പോൾ ഇപ്രാവശ്യം വന്ന് കൊണ്ടുവന്നപ്പോൾ ഞങ്ങളുണ്ടായി. അപ്പോൾ അങ്ങനെ എനിക്കും കിട്ടി. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ അമ്മ കുറച്ച് ചെറുപയർ ഉണങ്ങിയതുണ്ടല്ലോ, ഉണങ്ങിയതല്ലേ ഉണക്ക, അതിൻ്റെ ഇത് പയർ ഉണക്ക അത് കൊണ്ടുവന്നിട്ട് അത് വെച്ചാൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചെറുപയറിൻ്റെ ഈ ഒരു പയറടക്കമുള്ള സംഭവം. അങ്ങനെ അത് നോക്കുമായിരുന്നു. അപ്പോൾ അമ്മ അത് ഉണങ്ങി, അതും ആ ചെടിയുമ്പോൾ തന്നെ നിന്ന്. അതിൻ്റെ ചെടി ഞാൻ കാണിച്ചിട്ടാം. ഇതാണ് അതിൻ്റെ ചെടി, കുഞ്ഞാണ്. അതുമ്പോൾ കുറച്ചുണ്ടായത് അമ്മ അങ്ങനെ പറിച്ചെടുത്തതാണ്. അപ്പോൾ അത് അതിൽ നിന്ന് ഉണങ്ങി. അപ്പോൾ അതങ്ങനെ പാവാന്നും പറഞ്ഞ് അമ്മ മാറ്റി വെച്ചു. പാവാനാണോ എന്താണെന്ന് അറിയില്ല. അമ്മ പറിച്ച് മാറ്റി വെച്ചപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കൗതുകത്തിനൊന്നും എടുത്ത് കാണിച്ചതാണ്. പിന്നെ ഇത് സപ്പോട്ട, സപ്പോട്ട ഈ ബഡ് ചെയ്ത സപ്പോട്ടയില്ലേ, നമ്മുടെ വീട്ടിൽ ആ പറമ്പിലുണ്ടായിരുന്നു കേട്ടോ ഒരു സപ്പോട്ട മരം. അതൊക്കെ മുറിച്ച് കളഞ്ഞു. അപ്പോൾ അങ്ങനെ ഇത് വന്നിട്ട് ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ. ഇത് നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ ഈ മതിലുമ്മ പടച്ച് കയറി ഉണ്ടായതാണ്. അമ്മ എന്തോ പിടിച്ച് വലിച്ച് താഴെയിടോ എന്തോ ചെയ്തു. ഇത് ശരിക്കും ഈ ടയറൊക്കെ വെച്ച് അങ്ങനെ പടർത്തി കെട്ടി വെച്ചെടുത്താൽ നല്ല രീതിയിൽ ഉണ്ടാവേണ്ടതാണ്. പിന്നെ ഇത് കാണുന്നത് എന്താണെന്നറിയോ, ബാംഗ്ലൂർ ലേക്കിൽ പരുത്തിച്ചെടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അച്ഛൻ അതിൻ്റെ വിത്ത് പറിച്ചുകൊണ്ട് വന്നിട്ട് അതിവിടെ പാകി മുളച്ചേക്കുന്നുണ്ട് കേട്ടോ. അതിൽ നിന്ന് നന്നായിട്ട് തന്നെ പഞ്ഞ് കിട്ടിയിട്ട് ഒരു കൈക്കുമ്പിൾ ഫുള്ളായിട്ട് പഞ്ഞ് കിട്ടിയിട്ട് അത് അവിടെ കിടക്കണ്ടേ. അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി. അത്ര കിട്ടിയിരുന്നു. പിന്നെ ഇതാ വഴുതനങ്ങ, ഇവിടെ എന്തൊക്കെയോ അമ്മ ചെറുപെറു സാധനങ്ങൾ നട്ടിട്ടുണ്ട് കേട്ടോ. ചെടി നല്ല ഭംഗിയിലാണ്ട് വെച്ചാൽ മതി. എവിടെ കൊണ്ടമ്മ ഈ വക പച്ചക്കറിയും അതൊക്കെ കൊണ്ട് നട്ടിട്ടുണ്ട്. കൊള്ളി വരെ കൊണ്ട് കുത്തിയിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇത് ചാമ്പയ്ക്ക. ഇത് മോൾ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ചുവട്ടിൽ പോയി മേപ്പിട്ട് നോക്കി വെക്കും. എന്നിട്ട് അത് പറിച്ച് തരാൻ പറയും. ഇടയ്ക്ക് അവളും എന്നെ പോയി പറിച്ചു. പിന്നെ ഇതിൻ്റെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചാമ്പ മരത്തിൻ്റെ നിറച്ച് ഒരു കറുത്തുറുമ്പുണ്ടാവില്ലേ, അതും അതിൻ്റെ അടുത്തുണ്ടാവും. ഈ ഒരു ചെടി എന്ന് പറയുന്നത് ചേട്ടൻ പണ്ട് പഠിക്കുന്ന സമയത്താണ് കോഴിക്കോട് നമ്മളുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയി കൊണ്ടുവന്നതാണ് കേട്ടോ. അത് ഇപ്പോഴും നശിപ്പിക്കാണ്ട് അവിടെ കൊണ്ട് നട്ടുണ്ട്. പിന്നെ കുഞ്ഞു കുഞ്ഞു ഇലകൾ വരുന്ന ഭാഗമാണ് അത്. പിന്നെ ഇതേ ഇവിടെ മൈലാഞ്ചി എന്ന് ചെല്ലുമ്പോൾ ഞാൻ വിചാരിക്കും മൈലാഞ്ചി അരച്ച് കയ്യിലിടണമെന്ന്, പക്ഷെ മറന്നു പോകും. അമ്മി എവിടെയാണാവും, അപ്പോൾ അതൊക്കെ എടുത്ത് കളഞ്ഞു. അതാണ് അരയ്ക്കാൻ പറ്റില്ല. പിന്നെ ഇതാ എനിക്ക് തോന്നുന്നു ശംഖുപുഷ്പമാണോ എന്തോ അതങ്ങാണ്ടാണ് അതിൻ്റെ തയ്യൽ. പിന്നെ ഇത് നല്ല ഭംഗിയുള്ള, ഇതിൻ്റെ പേര് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല, മറന്നുപോയി. ചേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ശരിക്കും ഇത് വിഷുക്കണിക്ക് കൊന്നപ്പൂവ് കിട്ടിയില്ലെങ്കിൽ ഇത് വെക്കാമെന്ന് വെച്ചാൽ, കാരണം നമ്മൾ നേരത്തെ കൂട്ടി പറിച്ചെടുക്കണം കൊന്നവരത്തുമെന്ന്. പക്ഷെ അപ്പോഴേക്കും വാടുകയും ചെയ്യും. ഇത് പറിക്കാമെന്നൊക്കെ വിചാരിച്ചാൽ, പക്ഷേ ചേട്ടൻ പറഞ്ഞു തൊട്ടാൽ നിൻ്റെ കൈ ഞാൻ വിട്ടുന്നു. ചേട്ടൻ അറിയാണ്ട് ഞാൻ കുറച്ച് 1-2 എടുത്ത് ഫ്ലവർ വേസിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ടോ, നിറച്ച് മഞ്ഞ കളർ ഇങ്ങനെ പൂത്ത് നിൽക്കണതാണ്. അതുപോലെ നെല്ലി നിൽക്കുന്നുണ്ട്, നെല്ലിയുടെ ഒരു തൈ. അങ്ങനെ അമ്മ എന്തൊക്കെയോ കൈ കിട്ടിയതും കാലുമ്പോൾ തടഞ്ഞതൊക്കെ തൈക്കൾ കൊണ്ട് വെച്ച് നട്ട് ഇതാ പറമ്പിലുണ്ടാവണ ഒരു തരം ചെടി അങ്ങനെയൊക്കെ അവർക്ക് ഇതാക്കിയത്. നമ്മുടെ അവിടെ പണിക്ക് വന്ന ചേച്ചിയാണ് കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെ ഓരോന്നൊക്കെ. പിന്നെ ബൊഗൈൻവില്ലൊക്കെ പൂത്ത് ഇങ്ങനെ വരണുണ്ട്. ഒക്കെ വെട്ടിയും ഇതാക്കിയൊക്കെ കളഞ്ഞിട്ട് ഒരു ഭംഗിയില്ലാണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയിലത് വെച്ചാൽ നല്ല രസത്തിൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് പൂത്ത് നിന്നേനെ. ഉമ്മർത്ത് തന്നെ ഇത് ജാതി കൊണ്ട് നട്ടിട്ടുണ്ട്. ഇത് എന്തിനാണ് ആ ഉമ്മർത്ത് തന്നെ കൊണ്ട് അമ്മ വെച്ചേക്കണം. ഞാനായിട്ട് എപ്പോഴും പറയും അമ്മോട്, ഇവിടെ നല്ല നല്ല ചെടികൾ വെച്ച് എന്തൊരു ഭംഗിയായിരിക്കും ഇത്ര നല്ല സ്ഥലത്തെന്ന് പറയും. ഇപ്പോൾ ടൈലിട്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് ആ സ്ഥലം കാണാൻ. അങ്ങനെ ആ ചേച്ചി പോവാൻ നിൽക്കണം. അതിനപ്പോൾ അമ്മ ചക്കയും എന്തൊക്കെയോ കൊടുത്തയക്കണം കേട്ടോ. പിന്നെ ഇത് ഫുൾ കാക്ടസുകളാണ് കണ്ടത്, നല്ല ഭംഗിയിൽ. ചേട്ടൻ ശരിക്കും നോക്കണം കൂടി ഇല്ല.
മഴക്കാലമൊക്കെ മഴയിൽ തന്നെ നിൽക്കും, എന്നാലും ഒരു കുഴപ്പമില്ല. ഞാനിവിടെ പൊന്നിക്കരളി എന്ന് പറഞ്ഞ് കൊണ്ട് നോക്കിയിട്ട് ഒരു ഒറ്റ എണ്ണം ഉണ്ടാവണില്ല മര്യാദയ്ക്ക്. ഇവിടെ ഇതൊക്കെ ഈ ചട്ടിയിലൊക്കെ കണ്ടില്ലേ നിറച്ചിങ്ങനെ ഉണ്ടായി നിൽക്കുന്നത്. ഇത് എന്ന് ചെല്ലുമ്പോഴും ഞാൻ കണ്ണിട്ട് പോരും. ഇത് കൊല കുത്തി ഇങ്ങനെ ചട്ടി നിറഞ്ഞിരുന്നുണ്ടായിരുന്നു. ഇന്ന് പറിച്ച് ഇതിലേക്കൊക്കെ മാറ്റി വയ്ക്കും. ഇത് വഴിയിൽ വേലിക്കൊക്കെ നിൽക്കുന്ന ഒരു ചെടിയാണത്, ഈ ഒരു വയലറ്റ് കളറിലുള്ള പൂക്കളുള്ളത്. അച്ഛൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കച്ചേരി പറമ്പിലേക്കാണ് കേട്ടോ പോണത്. ഈ റോഡിൻ്റെ അപ്പുറത്തെ സൈഡ് ഞങ്ങൾ വീടിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പറമ്പ്, അവിടെയാണ് ഇപ്പോൾ വണ്ടികളൊക്കെ കൊണ്ട് പാർക്ക് ചെയ്യുന്നത്. നിറച്ചുണ്ടായിരുന്നു, ഇപ്പോൾ എല്ലാവരും എടുത്ത് അവരവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നത്. ഇതുവരെയും ഈ റോഡ് പണിയുടെ കാര്യത്തിലൊരു തീരുമാനമാവാത്തതുകൊണ്ട്. അപ്പോൾ ഈ ഒരു പറമ്പെന്ന് പറയുന്നത് ഈ ഉത്സവ സമയത്ത് ആനകളെ കൊണ്ട് ഇവിടെയാണ് കെട്ടുക കേട്ടോ. അപ്പോൾ അതുപോലെ ഇത് ഒരു കച്ചേരി ഇവിടെ ഉണ്ടായിരുന്നു, നല്ലൊരു ഭംഗിയുള്ളൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു കാണാനായിട്ട്. അതൊക്കെ പൊളിച്ച് കളഞ്ഞു. അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ആയിട്ട് വരുന്ന ഒരു പറമ്പാണ്. നമ്മളും വണ്ടി അവിടെ ഇട്ടുണ്ടായിരുന്നത് ഒരു ദിവസം ഇട്ടു, പിന്നെ വീട്ടിൽ തന്നെ കൊണ്ടിട്ടു. അങ്ങനെ ഇതൊക്കെയാണ് നമ്മളുടെ വീടിൻ്റെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ. ഈ വെയിലടിപ്പ് നന്നായിട്ട് ഇങ്ങോട്ട് വരുന്ന കാരണം ഒരു കണ്ടില്ലേ ടർപ്പായ അങ്ങനെ വലിച്ചു കെട്ടിയേക്കാം കേട്ടോ. അത് വണ്ടിയൊക്കെ കൊണ്ട് വയ്ക്കാനാണ്. അപ്പോൾ സ്കൂട്ടിയും ബൈക്കും ഇതൊക്കെ ഉണ്ട്, അപ്പോൾ ഒക്കെ കൊണ്ട് ഈ കാർ ഷെഡിൽ തന്നെ നിരത്തി വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഒരെണ്ണം കൊണ്ട് ഇവിടെ വയ്ക്കാൻ വേണ്ടി അതിന് വേണ്ടി ഒരു തണലൊക്കെയാണത്. സമയം ഇത് വൈകുന്നേരമാണ്, സന്ധ്യയോടെ എടുക്കണു. അതുകൊണ്ടാണ് സുഖമായിട്ട് ഇതിൽ കൂടെ നടക്കാൻ പറ്റുന്നത്. പിന്നെ അന്ന് വൈകിട്ട് വിജേഷ് തിരിച്ച് ബാംഗ്ലൂർക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ബസ് വരാമെന്ന് പറഞ്ഞ അതിൻ്റെ സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ബർഗർ സ്പേസിൻ്റെ അടുത്താണ്. അപ്പോൾ ഞങ്ങളത് നോക്കി നടന്നിട്ട് നടക്കല്ല, വണ്ടി കൊണ്ട് പോയി ലാസ്റ്റ് അവിടെ എത്തി. മോനച്ച് ഭയങ്കര സന്തോഷമായി ഈ ഒരു ഏരിയ കണ്ടപ്പോൾ. അവൻ എവിടെന്ന് ഇത് കഴിക്കാൻ കിട്ടുമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും അവിടെ കയറി ബർഗറും പിന്നെ ഫ്രൈഡ് ചിക്കനൊക്കെ വാങ്ങി. എനിക്കിത് ടേസ്റ്റ് ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ടായിരുന്നു. കാരണം ഒരു ആളും അനക്കൊന്നും ഉണ്ടായില്ല ഞങ്ങൾ ചെന്നപ്പോൾ കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓർഡർ കൊടുത്ത് കാത്തിരിക്കുന്ന സമയത്ത് അപ്പോഴേക്കും വിജേഷ് പോയി, ബസ് വന്നു. പിന്നെ ആളുകളുടെ ബഹളമായി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേരളത്തിന് പുറത്തൊക്കെ ഇതുപോലെ ബസ്സിന് പോകാനുള്ളവരുടെ കുറേ പേരുടെ സ്റ്റോപ്പ് വരുന്നത് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ. ഇപ്പോൾ വിജേഷ് പോയ പോലെ തന്നെ ഞങ്ങൾ ചെന്ന് നിന്ന സമയം കൊണ്ട് എത്ര ബസ്സുകളാണെന്നറിയോ അതിലെ പോയത്. പിന്നെ അങ്ങോട്ട് തിരക്കായി. ഇതിൻ്റെ ഉള്ളിലേക്ക് പോണവർ മാത്രമല്ല അല്ലാത്തവരും ഫാമിലിയായിട്ടും ഒക്കെ വന്നിരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് പറയാതിരിക്കാൻ വയ്യ കേട്ടോ, അത്ര അടിപൊളിയായിട്ടുണ്ട്. ബർഗറായാലും ആ ഒരു ഫ്രൈഡ് ചിക്കൻ ആയാലും. ചിക്കൻ എപ്പിക് എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾക്കത് ഫുള്ളായിട്ട് കഴിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് പാഴ്സൽ ചെയ്ത് കൊണ്ടുപോവുക ചെയ്ത്. മോള് വന്നിട്ടുണ്ടായിരുന്നില്ല, ഞാനും അച്ഛനും ആരവുമാണ് വിജേഷിനെ കൊണ്ടാക്കാൻ വന്നത്. ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും കുട്ടികളൊക്കെ കിടന്നുറങ്ങി. അപ്പോൾ എന്തായാലും ചാലക്കുടിയിലാണ് കേട്ടോ ഈ ഒരു ബർഗർ സ്പേസ് വരുന്നത്. എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയ വിശേഷങ്ങളായിട്ടും അടുത്ത വീഡിയോയിൽ കാണാം. സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.